ലക്ഷ്മി, ദർബാർ ഹാളിൽ നിന്നും ഇറങ്ങി ആദ്യത്തെ പോയിന്റ് പാളയമായിരുന്നു. പാളയത്ത് അദ്ദേഹത്തിനെ കാണാൻ ഒരുപാട് ആളുകളുണ്ടായിരുന്നു. രണ്ടാമത്തെ പോയിന്റ് ഇപ്പോൾ PMG ആണ്. PMGയിലും നിരവധി ആളുകളുണ്ട്. ഞാൻ നിൽക്കുന്നത് മൂന്നാമത്തെ ഒരു കേന്ദ്രത്തിലാണ്. ഇത് പ്ലാമൂടാണ്. പട്ടണത്തിനടുത്തുള്ള തൊട്ടടുത്തുള്ള സ്ഥലമാണ് പ്ലാമൂട്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമായി കാണാം. ഇവിടെ പ്ലാമൂട് ബ്രാഞ്ച്, CPM ബ്രാഞ്ച് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അതിന്റെ റീത്തുകൾ കാണാം. കുറച്ച് അമ്മമാരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്. അവരൊക്കെ VS-നെ അവസാനമായി ഒരു നോക്ക് കാണാൻ, ആ സമര പോരാട്ടം നയിച്ച ആ വിപ്ലവകാരിയെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടിയാണ് ഇവിടേക്ക് എത്തിയത്. നമുക്കറിയാം, ആളുകളുടെ കൈകളിലൊക്കെ ആ പൂക്കളൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഒരു പ്രതികരണം നമുക്ക് ചോദിക്കാം. അമ്മ, VS-നെ അവസാനമായി ഒരു നോക്ക് കാണാൻ വന്നതാണല്ലേ? എങ്ങനെയാണ് VS-നെ ഓർക്കുന്നത്? അവരെ കാണണം. വയസ്സ് 130 അവരെ ആത്മ ആടണം. ദൈവമായിട്ട് അവർ നല്ലവടിയാണ് പോകുന്നത്. അതാണ് നമുക്ക് ആഗ്രഹം. ഏലയ്ക്ക് നല്ല ഉപകാരം ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതുവരെ അവരെ കണ്ടിട്ടില്ല. നേരത്തെ കണ്ടിട്ടില്ല. ഇപ്പം കാണാൻ പറഞ്ഞ് അടുത്ത് വന്നത്. എന്നെ കഷ്ടപ്പെട്ടാലും പറയാതെ ഓടി വന്നു. മോന് വയ്യാതെ വീട്ടിൽ എടുക്കുന്നു. അത് വീട്ടിൽ താക്ക് വന്നത്. 29 ദിവസം ആശുപത്രിയിലുണ്ടായിരുന്നു അദ്ദേഹം. തിരിച്ചു വരുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു എല്ലാവർക്കും. അമ്മയ്ക്കും അങ്ങനെയായിരുന്നു. എല്ലാവരും അമ്മമാർക്കുള്ള ഒരേ പണിയെടുക്കാണ്. ഇയാളെ കഷ്ടപ്പെട്ടാൽ തന്നെ അതുകൊണ്ട് ഏലയ്ക്ക് ഉപകാരം ചെയ്തിട്ടുണ്ട്. കയ്യിൽ പൂക്കളൊക്കെ ഉണ്ട്. പൂക്കളുണ്ട്. അവർ പോടെ കാട്ടി വന്നു. ചേച്ചി, ഇവിടെയാണോ സ്ഥലം? ഇവിടെയാണോ? ഇവിടെ എല്ലാ സ്ഥലം. ഞങ്ങൾ തൃശ്ശൂരാണ് ഇവിടെ വന്ന് താമസിക്കുന്നവരാണ്. VS-നെ എങ്ങനെയാ ഓർക്കുന്നത്? ഓ, നല്ല ഇഷ്ടമാണ് അങ്ങവരെ. അപ്പോൾ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. അപ്പോൾ AKG സെൻട്രലിലേക്കൊന്നും പോകാൻ പറ്റിയില്ല. വലിയ തിരക്കായിരുന്നു. ഭയങ്കര തിരക്കായിരുന്നു കേട്ടിട്ട്. അപ്പോൾ പോയില്ല. അപ്പോൾ ഇതിൽ വഴി പോകണമെന്ന് കേട്ടപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. കാണണമെന്നുണ്ട്, ആഗ്രഹം നന്നായിട്ടുണ്ട്. മോൻ VS-നെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ആരായിരുന്നു VS? മുൻ മുഖ്യമന്ത്രിയായിരുന്നു. VS-നെ കാണാൻ വന്നാണ് അവസാനം അല്ലേ? VS-ന്റെ പ്രസംഗമൊക്കെ TV-ലൊക്കെ കണ്ടിട്ടുണ്ടോ? എങ്ങനെ ഓർക്കുന്ന മോൻ? നല്ല അങ്കിളായിരുന്നു. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പിന്നെ ഇപ്പോൾ ഞാൻ കാണാൻ വന്നത് എൻ്റെ അമ്മൂമ്മേൻ്റെ കൂടെ. ഇപ്പോൾ ബസ്സിൽ വരും, കാണാൻ വേണ്ടി നിൽക്കുകയാണല്ലേ? ശരി, സ്ഥലം എവിടെയാണ് ചേട്ടാ? എൻ്റെ ഇവിടെ അടുത്ത് തന്നെയാണ്, പ്ലാമൂടാണ്. ഈ ആദർശനിൽ ആണ്. VS-നെ എങ്ങനെയാണ് ഓർക്കുന്നത്? ഇത് പാവങ്ങളുടെ ഒരു പടത്തലവനാണ്. വേറെ ഒന്നും ചിന്തിക്കുകയല്ല. അപ്പോൾ അനീതിക്കെതിരെ പോരാടുന്ന ഒരാളാണ്. ചിലപ്പം വേറെ ഒന്നും പറയാനില്ല. ഇത്രയേ ഉള്ളൂ. തിരിച്ചു വരുന്നത് പ്രതീക്ഷയ്ക്കുണ്ടായിരുന്നു അല്ലേ? നമുക്ക് വലിയ നഷ്ടമാണ്. ഒരുപാട് നഷ്ടമാണ്. ഇതേപോലെ ജനകീയ ഒരു നേതാവ് വരുമെന്ന് വെച്ചാൽ ഒരുപാട് നഷ്ടമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് കാണുകയെന്ന് വെച്ചാൽ 32 നേതാക്കളിൽ ഒരാളാണ്, ലാസ്റ്റാണ് അവസാനിച്ചിരിക്കുന്നത് അല്ലേ? ഒരു ഭയങ്കര നഷ്ടമാണ്, സങ്കടമാണ്. ലക്ഷ്മി, ഇതാണ് നമ്മൾ ആളുകളോടൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. നമ്മൾ മൈക്ക് വെക്കുമ്പോൾ തന്നെ അവർ വളരെ വികാരാധീനം സംസാരിക്കുകയാണ്. ചെറിയ കുട്ടിയുമായിട്ടാണ് നമ്മൾ സംസാരിച്ചത്. അപ്പോൾ VS-നെ അറിയാം, മുൻ മുഖ്യമന്ത്രിയാണ് എന്നൊക്കെ ആ കുഞ്ഞ് നമ്മളോട് പറയുന്നുണ്ടായിരുന്നു. അതുപോലെ നിരവധി ആളുകൾ ഈ പ്ലാമൂട് ജംഗ്ഷനിൽ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെയും കൈകളിൽ പൂക്കളുണ്ട്. അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് എല്ലാവരും ഇവിടേക്ക് എത്തിയിട്ടുള്ളതും. ഇവിടെ വീട് എവിടെയാണോ? VS-നെ എങ്ങനെയാണ് ഓർക്കുന്നത്? പറയാനൊന്നുമില്ല. ആള് നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരാളല്ലേ. യോഗത്തിൽ ദുഃഖമുണ്ട്. വലിയ നഷ്ടമാണ് നമുക്കുണ്ടായത്. അതെ, ഒരു കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന രീതിയിൽ അദ്ദേഹം ഒരു വലിയ നഷ്ടം തന്നെയാണ് ഇപ്പോൾ പോയത്. ചേട്ടാ, അല്പസമയത്തിനുള്ളിൽ ഇവിടേക്ക് വരും. അവസാനമായി കാണാൻ നിൽക്കുകയാണല്ലേ? അതെ. ഇങ്ങനെ ഓർക്കുന്ന അദ്ദേഹത്തെ? ഭരണാധികാരിയായിരുന്നു. നാട്ടിലെ പാവങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ദൈനംദിന വിഷയങ്ങളിൽ ഇടപെടുന്ന ഒരു മഹാനായ മനുഷ്യനായിരുന്നു. അതാണ് അദ്ദേഹത്തെ പറ്റി ഓർമ്മിക്കാൻ കഴിയുന്നത്. പാവപ്പെട്ടവർക്കെന്നും രത്താടിയായ ഒരു പ്രിയങ്കനായ സഖാവായിരുന്നു സഖാവ് VS-ന് പാവങ്ങൾക്ക് വളരെ നഷ്ടം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ നേരിട്ട് കേട്ടിട്ടുള്ള ആളായിരിക്കുമല്ലോ. എങ്ങനെ ഓർക്കുന്ന ആ പ്രസംഗങ്ങളൊക്കെ? പ്രസംഗങ്ങളൊക്കെ വളരെ സാധാരണപ്പെട്ട മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിൽ വളരെ ലളിതമായി ഭംഗിയായി ചുരുക്കി പറയുന്നവരായതുകൊണ്ട് വളരെ ചുരുക്കി മലയാള ഭാഷ ഇത്തിരി ഭംഗിയായി കൈകാര്യം ചെയ്യുന്ന, പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ എല്ലാ വചനങ്ങളിലും ശ്രീനാരായണ ഗുരുവിൻ്റെ വചനങ്ങൾക്ക് ഉൾപ്പെടുത്തി ആ മഹത്തായ പൈതൃകം, നാരായണ ഗുരുദേവൻ്റെ മഹത്തായ പാരമ്പര്യം ഉയർത്തിപ്പിടിക്കുന്ന ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ മതേതര സ്വഭാവം ഇത്രയും ഉണ്ടാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. നാരായണ ഗുരുദേവൻ്റെ മഹനീയമായ ഒരു സാന്നിധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു.
ലക്ഷ്മി, അതാണ് ഇന്നലെ വൈകിട്ട് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത അറിഞ്ഞതിന് ശേഷം നമ്മൾ പലവിധ ആളുകളുമായി സംസാരിക്കുന്നുണ്ട്. രാഷ്ട്രീയ ഭേദമന്യേ, പ്രായഭേദമന്യുള്ള ആളുകളുമായി നമ്മൾ സംസാരിക്കുന്നുണ്ട്. എല്ലാവർക്കും ഈ മൈക്ക് വെക്കുമ്പോൾ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പറയാൻ ഏറെ കാര്യങ്ങളുണ്ട്. അങ്ങനെയാണ് സംസാരിക്കുക. പ്രത്യേകിച്ച് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതം അത് വലിയ സമര പോരാട്ടമായിരുന്നു. ആ സമരങ്ങളെക്കുറിച്ചാണ് ഏറ്റവും അധികം ആളുകൾ പറയുകയും ചെയ്യുന്നത്. ചേച്ചി, സ്ഥലം എവിടെയാ? VS-നെ കാണാൻ അവസാനമായി കാണാൻ വന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഓർക്കുന്നത് VS-നെ? സമരനായകൻ. മോൻ കണ്ടിട്ടുണ്ടോ നേരത്തെ? ഇല്ല. TV-യിൽ കണ്ടിട്ടുണ്ട്? നേരത്തെ കണ്ടിട്ടുണ്ട്. VS ആരാ? ചീഫ് മിനിസ്റ്റർ. ചീഫ് മിനിസ്റ്റർ ആയിരുന്നു. ആയിരുന്നു. കാണാൻ വന്നിരിക്കാൻ അമ്മയുടെ അല്ലേ? ലക്ഷ്മി, അതാണ് ചെറിയ കുട്ടികളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞു പ്രായഭേദമന്യുള്ള ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തുകയാണ്. ഇതിപ്പോൾ മൂന്നാമത്തെ സ്ഥലമാണ്. ആദ്യം പാളയമാണ്, അവിടെ കഴിഞ്ഞു. അതിനുശേഷം PMGയിൽ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിനുശേഷമാണ് പ്ലാമൂടിലേക്ക് വരിക. ഇത് കഴിഞ്ഞാൽ പട്ടമാണ്, അതിനുശേഷം കേശവദാസപുരം. അങ്ങനെ തിരുവനന്തപുരത്ത് മാത്രം 27 സ്ഥലങ്ങളിലാണ് അദ്ദേഹത്തെ കാണാൻ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത്. അവിടെയൊക്കെ സമാനമായ നിലയ്ക്ക് തന്നെ വലിയ ആൾത്തിരക്കും ജനക്കൂട്ടവും ഒക്കെ ഇപ്പോൾ തന്നെയുണ്ട്. പ്രത്യേകിച്ച് ആളുകൾ മാധ്യമങ്ങളോട് കാണുകയാണ്, ദൃശ്യമാധ്യമങ്ങളിലൊക്കെ കാണുകയാണ്. പ്രത്യേകിച്ച് VS-ന്റെ ആ വിലാപയാത്രയൊക്കെ കാണുന്നുണ്ട്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ഇപ്പോൾ പ്ലാമൂടിലേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരമുള്ള വാഹനം എത്തുകയാണ്. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു വാഹനമാണ് കടന്നു വരുന്നത്. അങ്ങനെ പോലീസിന്റെ അകമ്പടിയുണ്ട്, ഇവിടേക്ക് വരികയാണ്. അപ്പോൾ തന്നെ നമുക്ക് കാണാം പലവിധ സ്ഥലങ്ങളിൽ നിന്നും ഈ വലതുവശത്തേക്ക്, ഞാൻ നിൽക്കുന്ന സ്ഥലത്തിന്റെ നമ്മൾ കാണിക്കുന്ന ദൃശ്യത്തിന്റെ പോലീസ് വാഹനത്തിന്റെ വലതുവശത്തേക്ക് ആളുകൾ തടിച്ചുകൂടുകയാണ്. നേരത്തെ ഉണ്ടായിരുന്ന ആളുകളല്ല, വലിയ ജനക്കൂട്ടം ഇവിടേക്ക് വരികയാണ്. അങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ എത്തുമ്പോഴും കൂടുതൽ ആളുകൾ ഇവിടേക്ക് വരികയും അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയുള്ള വലിയ തിരക്ക് ഇവിടെയുണ്ട്. എന്തായാലും അടുത്ത സ്ഥലം പട്ടമാണ്. ഈ വലിയ ഒരു ബ്ലോക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വലിയ പോലീസ് സന്നാഹവും സുരക്ഷയുമൊക്കെ ഇവിടെ ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വരുന്ന ആളുകൾക്ക് ഒറ്റ ഉദ്ദേശം മാത്രമാണ്. കാരണം അവരുടെ സമര നായകൻ, പ്രത്യേകിച്ച് ഒരു കാലഘട്ടത്തിന്റെ വലിയ പോരാളിയായിരുന്ന മനുഷ്യനെ അവസാനമായി ഒരു നോക്ക് കാണാനുള്ള കാത്തിരിപ്പാണ്. അതിനുള്ള ആളുകളാണ് ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. നമ്മൾ നേരത്തെ കണ്ടു പല ആളുകളുടെയും കയ്യിൽ പൂക്കളുണ്ട്. ആ വാഹനത്തിലേക്ക് അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിലായി അന്തിമോപചാരം അർപ്പിച്ച പൂക്കൾ വിതറുവാൻ വേണ്ടിയാണ് അവർ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്.